ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? അങ്ങനെ പ്രശ്നമില്ല അതിനകത്ത്. DYFIക്കാരൊക്കെ സാധാരണ ചുമരിൽ എഴുതി വെക്കുന്നൊരു വാചകം ഉണ്ടല്ലോ, കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല. ഇലക്ഷൻ കാലത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ തോൽപ്പിക്കാം പക്ഷേ ബോധ്യപ്പെടുത്താനാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ആ നിലക്കാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. മെനിയാന്ന് സംസാരിച്ചത്, ഈ റിസൾട്ട് വന്ന ദിവസം ഗോവിന്ദ മാഷ് സംസാരിച്ചത്. എന്ന് മാത്രമല്ല അതിന് ശേഷം വന്നിട്ടുള്ള ധാരാളം വിശകലനങ്ങൾ, പ്രത്യേകിച്ച് നോക്കൂ, ഈ നമ്മൾ ഈ സൈബർ വെട്ടുകിളികൾ എന്ന് പറയുന്ന ആ ടൈപ്പിൽപ്പെട്ടല്ല, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധിജീവികൾ, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ, ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ വളരെ അക്കാഡമിക്കായിട്ട് തന്നെ ഈ തിരിച്ചടിയെ അല്ലെങ്കിൽ ഈ റിസൾട്ടിനെ വിശകലനം ചെയ്യുകയും ഗുരുതരമായ പിഴവുകൾ വന്നിട്ടുണ്ടെന്നും ആ പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് അതേക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി പാർട്ടി ശരീരത്തിലേക്ക്, ഒന്നാമത് ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന ബോധ്യം, അതേപോലെ ആ ബോധ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ കറക്റ്റീവ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് പിഴവുകൾ, അതൊക്കെ ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ആളുകൾ പറയുകയും അതേക്കുറിച്ച് വിശകലനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് നടന്നു കഴിഞ്ഞു, തോറ്റിരിക്കുന്നു എന്ന ബോധ്യപ്പെടൽ അത് നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയും സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. ഭദ്രാണെന്നാണ് പറഞ്ഞത്, അടിത്തറ ഭദ്രാണെന്നാണ്. ശബരിമലയെക്കുറിച്ച് പോലും ഇപ്പോൾ അമൃത ഇൻട്രോയിൽ പറഞ്ഞില്ലേ, ശബരിമലയെക്കുറിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷൻ അവരെത്തിയിട്ടില്ല കേട്ടോ. ശബരിമലയെക്കുറിച്ച് അതൊക്കെ പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുമാത്രമല്ല അച്ചട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അന്വേഷണം കഴിയുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ഇത് അകത്ത് കിടക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ ആരോടാണ് ഇവർ, ഏത് ലോകത്താണല്ലോ പോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം, ഇവരാരോടാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കും, ഇത് ബുദ്ധിയുള്ള മനുഷ്യരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? അങ്ങനെ പ്രശ്നമില്ല അതിനകത്ത്. കാര്യങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ശേഷിയുള്ള മനുഷ്യരല്ലേ ഇവിടെ ജീവിക്കുന്നത്, അവരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ആകെ അംഗീകരിച്ചത് എന്താണ്, മധ്യ കേരളത്തിലും മലപ്പുറത്തും തിരിച്ചടി ഉണ്ടായിട്ടുള്ളതാണ്.